ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയും എടപ്പലം PTM-YHSS NSS യൂണിറ്റും സംയുക്തമായി സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയും എടപ്പലം PTM-YHSS സ്കൂളിലെ NSS യൂണിറ്റും സംയുക്തമായി സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ താക്കോൽ ദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതി ലഭ്യമായ വീട് വളരെ ചെറിയ തുക മാത്രമാണ് ഉള്ളത്. എന്നാൽ മനോഹരമായി എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു വീടാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും NSSന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ NSS വളണ്ടിയർ ആയിരുന്നു എന്ന്, ഞാനും ഒരു NSS വളണ്ടിയർ ആയിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി എപ്പോഴും വിളിച്ചു പറയാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നുകൂടിയാണ് നിങ്ങൾ ചെയ്തതിൽ നല്ലൊരു പ്രവർത്തനമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിളയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത, പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായി. 15-ാം വാർഡ് മെമ്പർ മുജീബ് കരുവാങ്കുഴി, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ KP, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പുന്നശ്ശേരി, സാജിദ, ആമിന, നീലടി സുധാകരൻ, പാലക്കാട് ജില്ലാ വൈൽഡ് ലൈഫ് കൺസർവേറ്റർ ഓഫീസർ മുഹമ്മദ് ഷബാബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും IFS ഓഫീസറുമായ മുഹമ്മദ് ഷബാബിനെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മികച്ച രീതിയിൽ സമയബന്ധിതമായി വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ 3S ബിൽഡേഴ്സ് ഡയറക്ടർമാരായ ബെന്നി KR, സാജൻ K, വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ NSS കോർഡിനേറ്റർ നാസർ മാസ്റ്റർ തുടങ്ങിയവരെ MLA മുഹമ്മദ് മുഹസിൻ മൊമെന്റോ നൽകി ആദരിച്ചു.